ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. വലിയ ലക്ഷ്യങ്ങളോട് കൂടിയാണ് മെസ്സിയുടെ അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമി പുതിയ സീസണിന് വേണ്ടി ഒരുങ്ങുന്നത്. കഴിഞ്ഞ തവണ MLS കപ്പ് സ്വന്തമാക്കാൻ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിരുന്നു. ഇത്തവണത്തെ എല്ലാ കിരീടങ്ങളും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇന്റർ മയാമി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഉടമസ്ഥനായ ജോർഹെ മാസ് നിരവധി താരങ്ങളെ ഇപ്പോൾ മെസ്സിക്ക് കൂട്ടായി കൊണ്ട് എത്തിച്ചിട്ടുള്ളത്. എടുത്തു പറയേണ്ടത് ബുസ്കറ്റ്സും അതുപോലെ തന്നെ ആൽബയും ക്ലബ്ബ് വിട്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പുതിയ മികച്ച താരങ്ങളെ അവർക്ക് ആവശ്യമായി വരികയായിരുന്നു. ഒരു പിടി മികച്ച സൈനിങ്ങുകൾ ഇതിനോടകം തന്നെ ഇന്റർ മയാമി നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ പുതിയ സീസണിലേക്കുള്ള ഇന്റർ മയാമിയുടെ ഒരു ലൈനപ്പ് എങ്ങനെയായിരിക്കും, അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യം ഗോൾ കീപ്പറുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഡെയ്ൻ സെന്റ് ക്ലയർ ആണ് അവിടെ വരുന്നത്. പുതിയ ഗോൾ കീപ്പറാണ്. അതായത് കഴിഞ്ഞ അമേരിക്കൻ ലീഗിൽ ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം നേടിയ താരമാണ് ഡെയ്ൻ സെന്റ് ക്ലയർ. അദ്ദേഹത്തെ കൊണ്ടുവരാൻ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹമാണ് ഇനി ഗോൾ വല കാക്കുക. അതുപോലെ തന്നെ സെന്റർ ബാക്ക് പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ മിക്കായേൽ എന്ന ഒരു താരമുണ്ട്. ബ്രസീലിയൻ സെന്റർ ബാക്ക് ആണ്, മികച്ച താരമാണ്. കൂടാതെ മാക്സിമിലിയാനോ ഫാൽക്കൺ ഉണ്ട്. അവർ രണ്ടുപേരുമാണ് സെന്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുക. ഇനി ഇടത് വിങ് ബാക്ക് ആയിക്കൊണ്ട് സെർജിയോ റെഗിലോൺ ഉണ്ട്. അദ്ദേഹത്തെ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. നേരത്തെ റയലിന് വേണ്ടിയൊക്കെ കളിച്ചിട്ടുള്ള താരമാണ് റെഗിലോൺ. അദ്ദേഹത്തെ കൊണ്ടുവരാൻ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വലത് വിങ് ബാക്ക് പൊസിഷനിലേക്ക് വരുമ്പോൾ ഫക്കുണ്ടോ മുറയുണ്ട്. മികച്ച താരമാണ്, പുതിയ താരമാണ്. ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ റോഡ്രിഗോ ഡീപോൾ അവിടെയുണ്ട്. കൂടാതെ യാനിക് ബ്രൈറ്റും ഉണ്ട്. അതിനു പുറമെ ഡേവിഡ് അയാളയെ ഇന്റർ മയാമി സ്വന്തമാക്കിയിട്ടുണ്ട്. അർജന്റീൻ യുവ പ്രതിഭയാണ് ഡേവിഡ് അയാള ഇനി മുതൽ മെസ്സിക്കൊപ്പമാണ് കളിക്കുക. മുന്നേറ്റ നിരയിൽ സ്ട്രൈക്കർ ആയിക്കൊണ്ട് മെസ്സിയുണ്ട്. അദ്ദേഹത്തോടൊപ്പം ടാഡിയോ അയൻഡയുടെ കോൺട്രാക്റ്റ് അവസാനിച്ചിരുന്നു. പക്ഷേ ഇന്റർ മയാമിക്ക് അദ്ദേഹത്തെ നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പല ക്ലബ്ബുകളുടെയും ഓഫറുകൾ അയൻഡേക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്റർ മയാമിയിൽ തന്നെ തുടരാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. മറ്റൊരു വിങ്ങർ ആയിക്കൊണ്ട് മാറ്റിയോ സിൽവേറ്റി ഉണ്ട്. കഴിഞ്ഞ സീസണിൽ നല്ല രൂപത്തിൽ കളിച്ച ഒരു താരം കൂടിയാണ് മാറ്റിയോ സിൽവേറ്റി. അങ്ങനെയാണ് ഇപ്പോൾ ഇന്റർ മയാമിയുടെ ഒരു പോസിബിൾ ലൈനപ്പ് വരുന്നത്. മികച്ച താരങ്ങളെ അവർക്കിപ്പോൾ ലഭ്യമാണ് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. 1-2 വീക്ക് ലിങ്കുകൾ അവിടെയുണ്ട്. മധ്യനിരയിലേക്ക് ഒരു മികച്ച താരത്തെ അവർക്ക് ആവശ്യമുണ്ട്. അത്ലറ്റിക്കോ താരമായ കോക്കയെ അവർക്ക് താല്പര്യമുണ്ട് എന്ന റൂമറുകൾ പുറത്തേക്ക് വന്നിരുന്നു. അതുപോലെ തന്നെ മാക്സിമിലിയാനോ ഫാൽക്കന്റെ സ്ഥാനത്തേക്ക് മികച്ച ഒരു സെന്റർ ബാക്കിനെ കൂടി എത്തിക്കണം എന്ന ആവശ്യം ഉയരുന്നുണ്ട്. കൂടാതെ പുതിയ ഒരു വിങ്ങറെ കൂടി അഡീഷണൽ ആയിട്ട് കൊണ്ടുവരണം എന്ന ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്നിരുന്നാലും മികച്ച ഒരു നിരയെ തന്നെ ഇപ്പോൾ ഇന്റർ മയാമിക്ക് അവകാശപ്പെടാൻ സാധിക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.